വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ പാർത്ത കാലം നമുക്കറിയാം, അടിമകളെ പോലെയാണ്. അവർക്ക് യുദ്ധം ചെയ്തുള്ള പരിചയമോ യുദ്ധം ചെയ്യുവാനോ അവർക്കുള്ള പ്രാപ്തിയോ അറിയുകയോ ഇല്ലായിരുന്നു. യുദ്ധപ്രാപ്തരല്ല. എന്നാൽ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവന്ന അവർ വാഗ്ദത്ത കാനാനെ കീഴടക്കണമെങ്കിൽ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ജാതികളെ ദൈവത്താൽ ഇസ്രായേൽ നീക്കിക്കളയണം. അതിന് യുദ്ധം അഭ്യസിക്കാത്ത ഇസ്രായേലിന് ദൈവം ശക്തി പകർന്നു കൊടുക്കുകയാണ്. പ്രൈസ്. അതുകൊണ്ടാണ് ബിലയാം നോക്കുമ്പോൾ ഇസ്രായേൽ അവൻ കാട്ടുപോത്തിന്റെ ശക്തി ഉള്ളവനായിട്ട് കാണുന്നത്. പ്രൈസ്. ഈ വചനം പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ പറയട്ടെ, ലോകം നിന്നെക്കുറിച്ച് കാണുമ്പോൾ നിനക്ക് യാതൊരു കഴിവും പ്രാപ്തിയും ഇല്ലെങ്കിലും ദൈവം നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരികയാണെങ്കിൽ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ കാട്ടുപോത്തിന്റെ കൊമ്പിനൊത്ത ബലമുള്ളവനായി മാറും. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സംഖ്യാപുസ്തകം 23-ാം അധ്യായം 24-ാം അധ്യായം എന്നൊക്കെ പറയുന്നത് ബിലയാമിന്റെ പ്രവചനങ്ങളാണ്. ഹല്ലേലൂയ. ബിലയാം ബാലാക്കിന്റെ പണത്തിൽ ആഗ്രഹിച്ച പണക്കൊതിയനായിട്ട് ഇസ്രായേലത്തെ ശപിക്കുക എന്നുള്ളതാണ് ബാലാക്കയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബിലയാമിനെ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. നമ്മൾ യാക്കോബിന്റെ ലേഖനം 3:10 പറയുന്നത് പോലെ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ബിലയാമിനെ സംബന്ധിച്ച് വളരെ യാഥാർത്ഥ്യമായ വചനമാണ്. പ്രൈസ്. അപ്പം ബിലയാം ഇസ്രായേലത്തെ ശപിക്കുവാനാണ് ഒരുങ്ങിയതെങ്കിലും ഇവൻ ഇസ്രായേലത്തെ നോക്കിയപ്പോൾ അവരെ ശപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാട്ടുപോത്തിന്റെ കൊമ്പിന് തുല്യമായ ബലമുള്ളവരായിട്ടാണ് ഇസ്രായേലത്തെ കാണുന്നത്. അപ്പം ബിലയാമിന് ഒരിക്കലും ഇസ്രായേലത്തെ ശപിക്കുവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലത്തെ ശപിക്കുവാനായി ബിലയാം നിയോഗിക്കപ്പെട്ടെങ്കിലും അതിന് വിപരീതമായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും അവരുടെ ശത്രുക്കളെ ശപിക്കുകയുമാണ് ചെയ്തത്. സ്വന്തം ഹിതപ്രകാരമല്ല അവനത് ചെയ്തത്. ദൈവത്തിന്റെ കൽപ്പന അവൻ അനുസരിക്കേണ്ടി വന്നുവെന്ന് മാത്രം. പ്രൈസ്. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും എന്നാണ് അവൻ വിലപിക്കുന്നത്. ദൈവജനത്തെ ഒരിക്കലും, ഇസ്രായേലത്തെ ഒരിക്കലും ദൈവം ശപിക്കത്തില്ല. ദൈവരെ ശപിക്കത്തില്ലെന്ന് പറയാൻ കാരണം അവർ ദൈവത്തിന്റെ ജനമാണ്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവെ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ ശപിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവജനത്തെ ശപിക്കുവാനോ അവരുടെ മേൽ ശാപം കൊണ്ടുവരുവാനോ ആർക്കും കഴിയില്ല. ദൈവജനത്തെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാമുടെ ബന്ധത്തിൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ശപിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം ഇസ്രായേലത്തെ ഹല്ലേലൂയ ശപിക്കുവാനാണ് ബിലയാമിനെ നിയോഗിച്ചെങ്കിലും ബിലയാമിന് അത് കഴിഞ്ഞില്ലെങ്കിലും പിന്നത്തേതിൽ ബിലയാം ഇസ്രായേൽ മക്കളെ പാപത്തിലേക്ക് നയിക്കത്തക്ക നിലയിൽ അവരെ കൊണ്ടുവന്നെങ്കിലും അതിന്റെ പരിണിത ഫലം ബിലയാം അനുഭവിക്കേണ്ടി വന്നു. പ്രൈസ്. ലോകം മുഴുവൻ ദൈവജനത്തെ ഇല്ലായ്മയ്ക്കും ദൈവജനത്തെ ശപിക്കുവാൻ അവർക്കെതിരെ കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ക്ഷുദ്രങ്ങളും ഒക്കെ ചെയ്ത് ദൈവസഭയെ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ദേശത്തൊന്ന് വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ, ഇന്ന് നീ ചെയ്യുന്നതെല്ലാം നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവജനത്തെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് വേദനം പറയുന്നത്, ആഭിചാരം യാക്കോബിനെ ഭരിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഭരിക്കുകയുമില്ല.
ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. അപ്പൊ ആ വിചാരവും ലക്ഷണവിദ്യയും ഒക്കെ ചെയ്ത് ദൈവസഭയെ തകർക്കുവാൻ, ദൈവസഭയ്ക്കെതിരെ തന്ത്രങ്ങൾ മെനയുവാൻ, ദൈവസഭയെ, ദൈവജനത്തെ ദേശത്തുനിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ, അവരെ പാലായനം ചെയ്യിപ്പിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവം നിന്നെ അടിക്കും. അതുകൊണ്ട് ദൈവജനം എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ശുദ്ധീകരണം പ്രാപിച്ച ദൈവരാജ്യത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവജനത്തിലെ അശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നവരോട് പറയട്ടെ, സൂക്ഷിച്ച് വേണം ദൈവസഭയോട് പോരാടാൻ. അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്നവന്റെ കുടുംബത്തെ പോലും ദൈവം തൊടും. നമ്മൾ എത്രയോ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവജനം എപ്പോഴും, ഹല്ലേലൂയ, കാട്ടുപോത്തിന്റെ കൊമ്പിന് തുല്യ ബലമുള്ളവരാണ്. അതാണ് പറയുന്നത്, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ടെന്ന്. ഒരു കാട്ടുപോത്തിന്റെ ബലത്തെ ഒന്നും നമുക്ക് അളക്കുവാൻ കഴിയില്ല. കാട്ടുപോത്തിനോട് മത്സരിക്കാൻ പറ്റത്തില്ല. കാട്ടുപോത്തിനോട് മത്സരിച്ച് ആരും ജയിച്ചിട്ടില്ല. അതിന് നേരെ ചെല്ലാൻ പറ്റത്തില്ല. അത്ര ശക്തിയുള്ള ഒരു മൃഗമാണ് കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മോവാബിയ സമഭൂമിയിൽ അല്ലുരിയ ഇസ്രായേൽ ജനങ്ങൾ, അല്ലുരിയ മോവാബിയ സമൂഹത്തിൽ ഇസ്രായേൽ ജനത്തെ, അല്ലുരിയ ബിലയാം പ്രവാചകൻ കാണുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വർദ്ധിച്ച് പെരുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലേലിയ മോവാബിയർ, അല്ലുരിയ സ്തോത്രം, അല്ലുരിയ സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തെ ബിലയാം കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എന്ത് ചെയ്തു? വർദ്ധിച്ച് പെരുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രക്തം ചെയ്യും. അവരുടെ ബലം കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് എന്ന് ബിലയാം 2 പ്രാവശ്യമാണ് പറയുന്നത്. ഒന്ന് നമ്മൾ വായിച്ച വചനവേദ സംഖ്യാപുസ്തകം 23 22 സംഖ്യാപുസ്തകം 24 28 2 പ്രാവശ്യം ബിലയാം പറയാം അവർ കാട്ടുപോത്തിന്റെ വില ഉള്ളവരാണ്. ഇപ്പൊ സംഖ്യാപുസ്തകം 24 8 വാക്യം വായിക്കുമ്പോൾ ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്, ശത്രുജാതികളെ അവൻ തിന്നു കളയുന്നു, അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു, അസ്ത്രം എയ്ത് അവരെ തുളയ്ക്കുന്നു. എത്ര ശക്തിയോടെയാണ് ദൈവം തന്റെ ജനത്തെ സൂക്ഷിക്കുന്നത്. അല്ലേ? ദൈവജനത്തിന് അഥവാ ഇസ്രായേൽ ജനത്തിന് ആയുധമെടുത്ത് പോരാടേണ്ട കാര്യമില്ല. അവർക്ക് ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്, ആത്മാവിന് ശക്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലിനെതിരെ അമേലിയ തീവ്രവാദ ഗ്രൂപ്പുകൾ കൊണ്ടുവന്ന ആക്രമണത്തെ നമ്മൾ കണ്ടു. അവരുടെ ബസ്സുകൾ ബോംബ് വെച്ച് നശിപ്പിച്ച് വലിയ അനർത്ഥം ഇസ്രായേലിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ജനം സന്നദ്ധരായി. ഇസ്രായേലിന്റെ അതീവ സുരക്ഷയ്ക്കകത്തുനിന്ന് എങ്ങനെയോ നുഴഞ്ഞു കയറി അവരുടെ ബസ്സിൽ ബോംബ് വെച്ചു. രാവിലെ 9 AM എന്നുള്ളത് സെറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് വൈകിട്ട് 9 AM ആയതുകൊണ്ട് രാവിലെ ജനങ്ങളോടൊപ്പം സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ഈ ബോംബ് പൊട്ടിയത് കൊണ്ട് അപകടങ്ങൾ ഒഴിവായി. അപ്പം തീവ്രവാദികൾ സെറ്റ് ചെയ്ത സമയത്തെ പോലും മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഈ ദിവസം കൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ വലിയൊരു അപകടം മാറിക്കെട്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവജനത്തെ ആക്രമിക്കുന്നത് ഇന്നും നിങ്ങൾ മതിയാക്കുന്നില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം തൊടും. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും നിങ്ങളെയും നിങ്ങളുടെ ദേശത്തെയും ദൈവം തൊടും. കാരണം ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണെന്നാണ്. അല്ലേ? അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. മിസ്രൈമിൽ നിന്നും വന്ന ജനം കാട്ടുപോത്തിന് തുല്യമായ ബലമാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അല്ലേ? ആത്മാവിന്റെ ശക്തി ദൈവമക്കളുടെ മേൽ ഉള്ളത് കൊണ്ട് അവർ ആത്മാവിൽ ദൈവത്തെ പാടിയപ്പോൾ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ദൈവമക്കൾ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരായി അവർ മാറും. അങ്ങനെ അല്ലെങ്കിൽ ശത്രുക്കളെ തകർത്ത് കളയുന്ന എങ്ങനെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ സാത്താന്യ ശക്തിയെ തകർത്ത് കളയുന്ന ആരാധനയുടെ മഹത്വം ദൈവമക്കളിൽ നിന്ന് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് ദൈവജനം പ്രാർത്ഥിച്ച് ആരാധിച്ച് അന്യഭാഷ പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, യേശുവിന്റെ രക്തം പറയുമ്പോൾ അവൻ ഉറക്കെ ഹല്ലേലൂയ സ്തോത്രം ഉയർത്തുന്നത് കാണുമ്പോൾ ലോകജാതികൾ വിറയ്ക്കുന്നത്, ഭയന്ന് വിറയ്ക്കുന്നതിന് കാരണം എന്താ? ആമീൻ. ദൈവജനത്തോട് എതിർത്ത് നിൽപ്പാൻ കഴിയില്ല. അവർ കാട്ടുപോത്തിന് തുല്യമായ ശക്തിയുള്ളവരാണ്, ബലമുള്ളവരാണ്. അവരുടെ മേൽ വലിയ ആത്മശക്തി ഉണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നു. അല്ലേ? അതുകൊണ്ടാണ് ദൈവസഭയ്ക്കെതിരെ ആക്രമണം കൊണ്ട് കടന്നു വരുന്നവരൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ വേദപുസ്തകം ഒന്ന് വിശ്വസിച്ചാൽ പോരെ. വേദപുസ്തകം വിശ്വസിച്ച് ആമി വാഴ്ത്തപ്പെട്ട കർത്താവ്, സർവ്വാധിപതിയായ, സർവത്തിന്റെ ഉടയവനായി, സർവ്വശിഷ്ടമായ ദൈവം തന്റെ ആത്മാവിനാൽ എഴുതി തന്ന ഈ തിരുവചനത്തിന് മാറ്റമില്ലെന്നുള്ളത് തിരിച്ചറിഞ്ഞ് വചനം മാത്രമേ, സത്യവേദ പുസ്തകം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട സഹോദര. ലോകത്തിലുള്ള സംഭവങ്ങൾ കണ്ടെങ്കിലും ഇനിയെങ്കിലും മാനസാന്തരപ്പെടാം. കാരണം ആമീൻ. ദൈവവചനത്തോട് ഇന്ന് വരെ കളിച്ചാരും ജയിച്ചിട്ടില്ല. ദൈവസഭയോട് പോരാടി ആരും ജയിച്ചിട്ടില്ല. താൽക്കാലികമായ വിജയങ്ങൾ നിങ്ങൾ കണ്ടാഘോഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെ പരാജയമായിരിക്കും, വളരെ വേദനയായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് നേരെ അനേക ആളുകൾ എഴുന്നേറ്റ് സംവാദങ്ങളുമായിട്ട് എതിർപ്പുമായി ദൈവസഭയും ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവം എഴുതി തന്ന വചനത്തെയും അല്ലൊരിയ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ദൈവവചനത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്ന ചിലരൊക്കെ ഇന്ന് ഭൂമിയിലില്ല. രക്തം ചെയ്യാൻ ഞാനിതാരും പീഡിപ്പിക്കാനൊന്നും പറയാനില്ല, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം, കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് മഹാബലമുള്ളതാണ്, മറ്റ് മൃഗങ്ങളിലെ കൊമ്പ് മുറിഞ്ഞാലും കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾ മുറിയുകയില്ല, വലിയ ആനകൾ പോലും കാണ്ടാമൃഗത്തിന്റെ മുമ്പിൽ വിറയ്ക്കും എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. പ്രൈസലോ. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ കാണ്ടാമൃഗത്തിന് നേരെ ആനകൾ പോലും വന്ന് ചിലപ്പം പോരാടം നമ്മൾ കാണാറില്ലേ. അപ്പൊ കാണ്ടാമൃഗം എന്താണ് ആനയ്ക്ക് നേരെ എതിർത്ത് നിൽക്കുന്നത്? എന്റെ കാരണം ആ കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾ ഒടിയയില്ല. പ്രൈസലോ. അത്ര ബലമാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേദപഠിതാവ് പറഞ്ഞ ഭാഗമാണ്, ദൈവമക്കൾക്കും ഇതുപോലെ കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾക്ക് തുല്യമായ ബലം അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് കാട്ടുപോത്തിന് തുല്യമായ ബലമെന്നാണ്. ഒരു ദൈവദാസന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ കണ്ടതാണ്, ദൈവമക്കൾക്ക് കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകൾക്ക് തുല്യമായ ബലം. രണ്ടും നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും വ്യാഖ്യാനിച്ചാലും ദൈവസഭ വളരെ ശക്തിയാണ്. ദൈവസഭ വളരെ ശക്തിയോടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭ ഓരോ ദിവസവും ആത്മാവിൽ വളരുമ്പോൾ, ആത്മാവിൽ ശക്തിപ്പെടുമ്പോൾ, അവർ കാട്ടുപോത്തിന് തുല്യമായി ബലമുള്ളവരായി മാറുമ്പോൾ, ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ലോകം അത് കണ്ടിട്ട് ഭയപ്പെടുന്നു. ലോകം അത് കണ്ടിട്ട് ഭയപ്പെടുന്നു. നിങ്ങൾ ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും, നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാലും ഇത് വളരുക തന്നെ ചെയ്യും. ദൈവസഭ വളരുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റുകൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ ലോകത്തെ വിട്ടിട്ട് മടങ്ങി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, 1400 1500 പേരൊക്കെ, 3000കണക്കിന് ജനങ്ങളൊക്കെ സ്നാനപ്പെടുന്നകൾ കണ്ടില്ലേ. ലേലിയ സ്വതന്ത്രം. ഇത് വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവസഭയ്ക്കകത്തേക്ക് ജനം ഒഴുകിയെത്തുന്ന കാലഘട്ടമായി മാറി. ദൈവസഭയുടെ ഉണർവിന്റെ കാലഘട്ടമാണ്. ദൈവസഭയ്ക്കകത്ത് കൂട്ടമായി സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. കൂട്ടത്തോടെ ലോക രാജ്യങ്ങൾക്കകത്ത് ദൈവസഭയുടെ വളർച്ചയുടെ സമയമാണ്, കൊയ്ത്തിന്റെ സമയമാണ്. അല്ലേ? അതിനെ എതിർത്ത് തകർക്കുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. രക്തം ചെയ്യും. അല്ലേ? നമ്മളത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു പഠിതാവായ ഒരു വേദപഠിതാവ് പറഞ്ഞത്, ദൈവജനത്തിന് കാണ്ടാമൃഗത്തിന്റെ കൊമ്പിന് തുല്യ ബലമുണ്ടെന്ന്. അതല്ലേ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 92:10 വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 92:10, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അവിടെയും ദൈവജനത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് പറയാം. ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്വമാണ് പറയുന്നത്. അല്ലേ? അപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഏത് ബലഹീനനായ മനുഷ്യനായിരുന്നാലും, അവൻ ബലഹീനതയുടെ നടുവിലായിരുന്നാലും
ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യും? ആമി കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അല്ലുരിയ ഉയർത്തും. അല്ലുരിയ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി പുതിയ എണ്ണ. എണ്ണ എന്ന് പറയുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ. അപ്പം പരിശുദ്ധാത്മാവിന് ശക്തിയോ നിറച്ചവനെ ബലമുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ നീ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നിനക്ക് മറ്റുള്ളവരോടൊപ്പം എടുത്തു പറയത്തക്ക കഴിവോ പ്രാപ്തിയോ ആരോഗ്യമോ ബലമോ ഒന്നും നിനക്ക് കാണത്തില്ല. എല്ലാവരെക്കാളും നീ പരാജയപ്പെട്ടവനാണെന്ന് നിനക്ക് ചിന്തിച്ചാലും സംഗീതക്കാരൻ പറയുന്നതുപോലെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നിന്നെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഉയർത്തി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്നെ ശക്തനാക്കുന്ന ദൈവം. അതുകൊണ്ടല്ലേ പൗലോസൊക്കെ പറയുന്നതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയാട്ട്. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നല്ല അനുഭവമൊന്നും അല്ല ഫിലിപ്പിയ കാരാഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കഠിനമായ പീഡയുടെ ശോധനയുടെ ഒക്കെ പൗലോസ് കടന്നുപോയിരിക്കുക. പക്ഷെ എങ്കിലും പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നുവെന്ന് ഫിലിപ്പി ലേഖനം 4:13 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പീഡയുടെ നടുവിലൂടെ പൗലോസ് കടന്നു പോകുമ്പോൾ, ഉപദ്രവത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് നേരിടുമ്പോൾ, കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത് നല്ല ഓർമ്മ പൗലോസിനുള്ളപ്പോഴും പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹല്ലേലൂയ. പുതിയ എണ്ണ തേപ്പിക്കുന്ന പൗലോസിന് പക്ഷേ ഈ വചനം ചിന്തിച്ചു കാണും. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തെ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാനും കർത്താവിനോട് പറയും, കർത്താവേ, അവിടെ നിന്നെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ആമി ഉയർത്തിയിട്ടുണ്ടല്ലോ, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നുണ്ടോ, എന്റെ വീട്ടിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, പിന്നെ എന്തിനു ഞാൻ തളരുന്നു എന്നൊക്കെ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. അത് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യാൻ അത് ഇന്ന് പകൽ ബലഹീനനായിരിക്കുന്നതിനുള്ള ദൈവാത്മാവ് പറയുകയാണ്, നീ തളരരുത്, നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ താഴ്ചയും ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. നിന്റെ ബലഹീനതയും ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ദൈവം നിനക്കൊരു പുതിയ അനുഭവത്തെ തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് 136 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അല്ലേ? അത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ ഒറ്റ ഒരുവരേ ഉള്ളൂ. അല്ലെ? നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ ലോകത്തിൽ ഒരുപാട് ആളൊന്നുമില്ല കേട്ടോ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താഴ്ചയുടെ അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? ആമി പ്രതികൂലത്തിന്റെ നടുവിലാണോ? വെല്ലുവിളികൾ നിനക്കുണ്ടോ? ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ മനസ്സ് തകർന്ന് ക്ഷീണതയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ശക്തമായിട്ട് ഇടപെടുന്ന ദൂത് നിന്റെ താഴ്ച നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ട്. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഉയരത്തിനുള്ള ശക്തി ദൈവം നിന്റെ മേൽ പകരുവാൻ തുടങ്ങും. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ തളരാൻ പാടില്ല. നോക്കിക്കേ, സ്വന്തം ബാലാക്കിയുടെ പണമൊക്കെ മോഹിച്ച് ബാലാക്കിയുടെ പണം കൈപ്പറ്റാൻ വേണ്ടി ബിലയാമ് ഒരുങ്ങിയതാ. പക്ഷെ അവൻ മോവാബ് സമൂഹത്തിൽ വെച്ച് സാജനത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ കാട്ടുപോത്തിന്റെ ബലമുള്ളവരായിട്ടാ അല്ലേ കാണുന്നത്. അതെ, നീ എത്ര ശക്തിയുള്ളവനാണെന്ന് ലോകം തിരിച്ചറിയുന്നു. നിന്നിൽ വലിയ ആത്മാവിന്റെ ശക്തിയുണ്ട്, നിനക്ക് ഭയങ്കര ബലമുണ്ട്, കരുത്തുണ്ട്, നിന്നിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ലോകം നിന്നെ കാണുമ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ലോകം നിന്നെ കാണുമ്പോൾ ഭയപ്പെടുന്നത്. അല്ലേ? സാത്താൻ നിന്നെ കാണുമ്പോൾ വിറയ്ക്കുന്നത് അതുകൊണ്ടാണ്. സാത്താനെ കണ്ട് നമ്മളല്ല വിറയ്ക്കില്ല, സാത്താൻ നമ്മെ കണ്ട് വിറയ്ക്കണം. രക്തം ചെയ്യും. അതിന് നിന്റെ മേൽ അഭിഷേകം കത്തണം, നിന്റെ മേൽ അഭിഷേകം ചൊരിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസോട്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അങ്ങനെയാണ്. ശിരസിൽ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ ദൈവമക്കൾ ആന്തരിക മനുഷ്യനിൽ കാണ്ടാമൃഗത്തിന്റെ ബലം പ്രാപിക്കുക. നമ്മുടെ ശിരസിൽ അഭിഷേക തൈലം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ കാണ്ടാമൃഗത്തിന്റെ ശക്തി പോലെ ബലപ്പെടുകയാണ്. കാട്ടുപോത്തിന് തുല്യമായ ബലം നമുക്കുണ്ടാകുകയാണ്.
അത് നമ്മുടെ അകത്തെ മനുഷ്യനാണ് ബലപ്പെടുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ലോകപ്രകാരമുള്ള ബലമല്ല നമുക്ക് ആവശ്യം, ദൈവാത്മാവിനാൽ ഉണ്ടാകുന്ന ബലമാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഈ ലോകത്തിൽ ഒരു ബലവും വേണ്ടതേ, ദൈവാത്മാവ് തരുന്ന ബലമാണ് നമുക്ക് ആവശ്യം. ദൈവാത്മാവ് നിന്നെ ബലപ്പെടുത്തിയാൽ, ഹല്ലേലൂയ, ആ ബലത്തെ തകർക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സക്രിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിലുള്ള യഹോവയുടെ അരുളപ്പാടാം ഇത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. അല്ലേ, ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം സക്രിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്തൊന്നും ഇടത്തുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ദർശനം, ഹല്ലേലൂയ, വലിയൊരു ദർശനത്തെ, ഹല്ലേലൂയ, സക്രിയാവ് കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, കാണുന്നു എന്ന് പറഞ്ഞു, എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ച്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതാണ് വായിച്ച വചനം, സെരുബ്ബാബേലിലുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറയുന്നത്. ഒരു ദേവാലയ പണിയെ കുറിച്ചാണ് പറയുന്നത്. ദൈവാലയം പണിയുന്ന സെരുബ്ബാബേൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവാലയം പണി അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പർവ്വത സമാനമായ വിഷയങ്ങൾ സെരുബ്ബാബേൽ നേരിടുകയാണ്. അങ്ങനെ നേരിടുന്ന സമയത്താണ് ദൈവം ഒരു ദർശനം കൊടുക്കുന്നത്. ഈ ദർശനം അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോത്സാഹനജനകമായിരുന്നു. അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് ദൈവം ചില ദർശനങ്ങൾ തരുന്നത്. ആ ദർശനങ്ങൾ തരുമ്പോൾ സെരുബ്ബാബേൽ അല്ലെങ്കിൽ ആത്മാവിൽ വീണ്ടും ഉണർത്തപ്പെട്ടതുപോലെ നമ്മളിൽ ദൈവം ദർശനം തരുമ്പോൾ നാം ആത്മാവിൽ ഉണർത്തപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ഈ ദർശനം സെരുബ്ബാബേൽ വലിയ പ്രോത്സാഹനമാണ്. ദൈവാലയം പണിക്ക് വേണ്ട വസ്തുക്കളും പണിക്കാരും കുറവായിരുന്നു. മുമ്പുണ്ടായിരുന്ന ദൈവാലയത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ പണിയുന്ന ആലയം ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തുന്ന യഹൂദന്മാരും ഉണ്ടായിരുന്നു. സെരുബ്ബാബേല് ആലയം പണി തുടങ്ങിയപ്പോൾ സെരുബ്ബാബേലിനെ നോക്കിയിട്ട് പറയുക, ഇതിന് പണിക്കാർ കുറവാ, പണിസാധനങ്ങൾ കുറവാ. മുമ്പുണ്ടായിരുന്ന ദൈവാലയം വലിയ ദൈവാലയമായിരുന്നു, എന്നാൽ നീ പണിയുന്ന ദൈവാലയം ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് സെരുബ്ബാബേലിനെ നിരാശപ്പെടുത്തുവാൻ അല്ലേ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, അവനെതിരെ ഒരു കൂട്ടം യഹൂദജനം നിൽക്കുമ്പോഴാണ്, ഹല്ലേലൂയ, അങ്ങനെ പണി തടസ്സപ്പെടുത്തുന്ന വൈരികൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്, ഈ വേളയിലാണ് ഹല്ലേലൂയ, സ്തോത്രം, ദർശനം സെരുബ്ബാബേലിനെ യഹോവയായ ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ആലയത്തിന്റെ പണി ക്ഷീണിച്ചു പോകാതിരിക്കാനായിട്ടാണ് പറയുന്നത്, സൈന്യത്താലുമല്ല, ഹല്ലേലൂയ, ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ, ആത്മാവിന്റെ ബലം നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു കഴിയുമ്പോൾ, കാണ്ടാമൃഗത്തിന് തുല്യമായ ബലം, കാട്ടുപോത്തിന് തുല്യമായ ബലം ദൈവം നിനക്ക് തന്നു കഴിയുമ്പോൾ, നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ പരിഹസിക്കുന്ന ശത്രു നോക്കി നിൽക്കുക ചെയ്ത് ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. സ്തോത്രം, നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവം നിന്നിൽ നിറവേറും. അല്ലേ? അപ്പൊ സെരുബ്ബാബേൽ പണിത ഒരു ആശ്ചര്യമായ ദൈവാലയമാണെങ്കിൽ പുതിയ നിയമസഭയോട് പറയട്ടെ, ഞാനും നിങ്ങളും അധിവസിക്കുന്ന, ഞാനും നിങ്ങളും പാർക്കുന്ന നമ്മുടെ മൺകൂടാരമാകുന്ന നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരമാകുന്ന മന്ദിരം, ദൈവത്തിന്റെ ആലയം നാം വിശുദ്ധിയിൽ പണിതെടുക്കുമ്പോൾ, വിശുദ്ധിയോടുകൂടി പണിയുമ്പോൾ, ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ശരീരമാകുന്ന മന്ദിരം പരിശുദ്ധാത്മാവിൽ വസിക്കുന്ന വിട്ടുകൊടുക്കുമ്പോൾ, ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ നമ്മൾ ഉയരുന്ന
വരുന്നത് കാണുമ്പോൾ ഒരു കൂട്ടം ജനം വന്നു നമ്മെ പരിഹസിച്ചേക്കാം. ഹല്ലേലൂയ. ആ പരിഹാസത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലാണ് അവർ പണിയപ്പെടുന്നത്, എന്റെ ആത്മാവിനാലാണ് അവർ ആരാധിക്കുന്നത്, എന്റെ ആത്മാവിനാലാണ് അവർ സ്തുതിക്കുന്നത്. അതുകൊണ്ട് അവരെ തൊടുവാൻ നിനക്ക് അധികാരമില്ലെന്ന് ഹല്ലേലൂയ ദൂതനോട് ഹല്ലേലൂയ ദൈവാത്മാവ് സംസാരിക്കും. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ തകർന്നു പോകണ്ട കേട്ടോ, നമ്മൾ തകർന്ന് ക്ഷീണിച്ചൊന്നും പോകണ്ട. സൈന്യത്താലുമല്ല ശക്തിയാലും ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം തന്നെ ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ എന്തിന് ഭാരപ്പെടുന്നു, എന്തിന് കലങ്ങുന്നു, നിന്റെ ഹൃദയം കലങ്ങുന്നത് എന്തിന്? ഹല്ലേലൂയ. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്ക്. ഉയരത്തിൽ നിന്നുള്ള ശക്തി നിന്റെ മേൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇന്ന് ചിന്തിക്കുന്നത് പോലെ, ഇന്ന് നനയ്ക്കുന്നത് പോലെ അല്ല നിന്റെ മേലുള്ള പ്രവൃത്തി. നീ അറിയാത്തതും നീ ചെയ്യാത്തതും നീ കടന്നു പോകാത്തതുമായ വഴിയിലൂടെ ദൈവം നിന്നെ അയച്ച് ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുത്തും, രക്തം ചെയ്യും. അല്ലേ? അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 24:49 വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോ നഗരത്തിൽ പാർപ്പി. അപ്പം ഈ ഉയരത്തിലെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞത് ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം പ്രാപിക്കുന്നിടവരെ നാം ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ദൈവം ആത്മാവിൽ നിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രയാസപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, സങ്കടപ്പെട്ടു പോകരുത്, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. നമുക്ക് ഏത് സാഹചര്യത്തിൽ ജീവൻ വേണ്ടി ദൈവം നിന്നെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബിലയാമിന് കഴിയില്ല. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്നെ ശപിക്കുവാൻ ഈ ലോകത്തിലൊരു ജാതിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ മതി. അബ്രഹാമിന്റെ ദൈവം പറയുന്നത് ഞാൻ ആദ്യം ഉറപ്പിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, അബ്രഹാമിനെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. അല്ലേ? അത് നീ ഒരിക്കലും ശാപമായി തീരുവാനല്ല ദൈവം നിന്നെ ഇവിടെ ആക്കിയത്. നിന്നെ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം നിനക്ക് വേണ്ടി കുരിശിനെ ശാപമായി തീർന്നവൻ അവസാനത്തുള്ളി രക്തം വരുത്തുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിലെ ശാപങ്ങളെ തുടച്ചു മാറ്റി ശാപത്തിൽ നിന്നെ സ്വതന്ത്രമാക്കി എടുത്ത ദൈവം യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി ആത്മാവിൽ നിന്നെ നിറച്ചുകൂടെ നിർത്തിയിരിക്കുമ്പോൾ ഈ ഉലകത്തിൽ ആരും നിനക്കെതിരെ ശാപവാക്കുകൾ കൊണ്ട് നിന്നെ ആർക്ക് ശപിക്കാൻ കഴിയും? നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. കർത്താവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ട 33 തിരുവയസ്സിന്റെ 33 തിരുവയസ്സുകാരന്റെ രക്തമാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഒരു ശൈശവമായിരിക്കാം, നിങ്ങളൊരു പക്ഷേ ബാല്യമായിരിക്കാം, കൗമാരമായിരിക്കാം, നിങ്ങളൊരു യൗവനമായിരിക്കാം, വാർദ്ധക്യമായിരിക്കും, ഏത് പ്രായത്തിലുമാകട്ടെ, ഏത് പ്രായത്തിലുള്ള നിന്റെ മേലും വ്യാപരിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്നത് 33 തിരുവയസ്സുകാരന്റെ രക്തമാണ്. അല്ലേ? അപ്പൊ അത് 100 വയസ്സുള്ള ഒരു വിശ്വാസിയായ ഭക്തനായ അച്ചായന്റെ പേരും 60 വയസ്സല്ല 70 വയസ്സ് അല്ലെ ആയ ഒരു അച്ചായന്റെ പേരും ഇനി 20-30 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ മേലായിരുന്നാലും നീ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ 33 തിരുവയസ്സുള്ള യേശുവിന്റെ രക്തമാണ്. അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. രക്തം ചെയ്യും. അത് നീ മഹാഭാഗ്യവാനാ. രക്തം ചെയ്യും. ദൈവജനം മഹാഭാഗ്യവാനാണ്, ഭാഗ്യവാന്മാരാണ്. അവരുടെ പദവി എന്ന് പറയുന്നത് ശ്രേഷ്ഠ പദവി. അത് ഉയരത്തിൽ നിന്ന് കർത്താവ് തന്നതാ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, നീ ഏറ്റവും ശ്രേഷ്ഠ പദവിയുള്ളവനാ. ഏറ്റവും ശ്രേഷ്ഠ പദവിയാലാ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാത്താൻ നിന്നെ കാണുമ്പോൾ വിറയ്ക്കുന്നത്. അല്ലേ? നീ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് സത്യവേദപുസ്തകത്തിന്റെ കരങ്ങൾ എടുത്ത് നീ സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞ് ആത്മാവ് നിറയപ്പെട്ട് നീ അന്യഭാഷ പറയുമ്പോൾ നിന്നെ ജനം ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ജനം നിനക്കെതിരെ അല്ലെങ്കിൽ കുശുകുശുപ്പും തന്ത്രങ്ങളുമായിട്ട് വരുന്നത്. കാരണം നിന്നെ പേടിക്കുന്നത് കൊണ്ട് അവർക്കറിയാം ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയല്ല, ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നവരെ പോലെയല്ല, ഞങ്ങളെപ്പോലെ ഒന്നല്ല, അവളിലെന്തോ ഒരു
വലിയ ദൈവ സാന്നിധ്യമുണ്ട്. അവർ പറയുന്നതൊക്കെ ശരിയാ, അവർ ആരാധിക്കുന്നത് ശരിയാ, അവരുടെ മേൽ ഒരു ആത്മാവിന്റെ ശക്തിയുണ്ട്. അത് സൈന്യത്തിന്റെ അല്ല, ശക്തിയുടെ ദൈവാത്മാവിന്റെ ശക്തിയാണെന്ന് ലോകം തിരിച്ചറിയുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, നീ ആത്മാവിന്റെ ശക്തി നിറയപ്പെടണം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ മാത്രമല്ല സ്വർഗീയ ആഹാരമായിരിക്കുന്ന മന്ന, ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് ആഹാരമായിരിക്കണം. അപ്പം പരിശുദ്ധന്മാരുടെ ശക്തിയെ നിങ്ങൾ നിറയപ്പെടുകയും ചെയ്യണം. ആ സ്വർഗീയ മന്ന എന്ന് പറഞ്ഞ ദൈവവചനം നിങ്ങൾക്ക് ആഹാരമായിരിക്കണം. ദൈവവചനം വായിച്ച് ധ്യാനിക്കും തോറും നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിന്റെ കണ്ണുനീര് മാറിക്കൊണ്ടിരിക്കും, നിന്റെ സങ്കടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നിന്റെ ബാധ്യതകൾ മാറിക്കൊണ്ട് നിന്റെ താഴ്ച ഉയർത്തിക്കൊണ്ടിരിക്കും. ശാപങ്ങൾ മാറും, രോഗങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും. നിന്റെ കുടുംബത്തിന് വ്യാപരിക്കുന്ന ദേശത്തിന്റെ പോരുകളെ, ദേശാധിപത്യ പോരുകളെ എല്ലാം ദൈവ നീക്കിക്കളയും. വചനമെന്ന മന്ന നീ ആഹാരമായി സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ വചനം നിങ്ങൾ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ, വചനം വായിച്ചു തുടങ്ങുമ്പോൾ ദൈവം നിന്നിൽ ആത്മാവിന്റെ ശക്തി പകരും. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഇസ്രായേൽ വെള്ളരിക്കയും കായ്കറികളും ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ ബലം അവർക്ക് ധരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇസ്രായേൽ എന്നും മിസ്രൈമിലെ ചുറ്റുള്ളിയും വെളുത്തുള്ളിയും അതെല്ലാം ഒക്കെ തിന്നിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും കാണ്ടാമൃഗത്തിന്റെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ ബലത്തിലേക്ക് വരാൻ കഴിയത്തില്ല. അവർക്ക് മുമ്പിൽ ശത്രുവിന്റെ പോരാടുവാൻ കഴിയുമായിരുന്നില്ല. കാരണം നമുക്ക് ഈ ചുറ്റുള്ളിയും വെളുത്തുള്ളിയും ഈ മത്തങ്ങയും ഒക്കെ തിന്നു കഴിഞ്ഞാൽ, ഈ വെള്ളരിക്കൊക്കെ തിന്ന് നമുക്ക് വീട്ടിൽ ബലമൊന്നും വരത്തില്ല. പക്ഷേ ദൈവം അവരെ വിടുവിച്ചപ്പോൾ, ദൈവരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യുദ്ധം അറിയാത്ത, യുദ്ധം അഭ്യസിച്ചില്ലാത്ത ഇസ്രായേൽ മക്കളെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ളവരാക്കി മാറ്റി. ലേലിയ രക്തത്തെ വചനം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ലേലിയ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇസ്രായേലും വെള്ളരിക്കയും കായ്കറികളും ഭക്ഷിച്ചിട്ട് കാണ്ടാമൃഗത്തിന്റെ ബലം ലഭിക്കുമായിരുന്നില്ല. അവരെ ബലശാലികളാക്കി മാറ്റുന്നതിന് വേണ്ടി ദൈവം കാണ്ടാമൃഗത്തിനൊപ്പമുള്ള ബലം ലഭിക്കുന്നതിന് വേണ്ടി സ്വർഗീയ മന്ന കൊടുത്തവരെ പോഷിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ വന്ന ജനത്തിന് ഭക്ഷിപ്പാൻ ദൈവം 40 വർഷം സ്വർഗീയ മന്ന കൊടുത്തു. ഹല്ലേലൂയ. ആ സ്വർഗീയ മന്ന അങ്ങോട്ട് കഴിക്കുന്തോറും, അല്ലയ്യ, മന്ന കഴിക്കുന്തോറും അവർ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അവർ കാട്ടുപോത്തിനൊത്ത ബലമുള്ളവരായി മാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ ഈ വചനം കേൾക്കുന്ന നമ്മുടെ ശ്രോതാവേ, പറയട്ടെ, നീ ജീവിതത്തിൽ തകർന്നിരിക്കുമ്പോൾ നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ നീ ജീവിതത്തിൽ നിന്നെ ഓർത്ത് നിരാശപ്പെട്ട് ജീവിതം ഒടുക്കിക്കളയാൻ നീ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. നീ ദൈവ വചനമെടുത്ത് വായിച്ചു തുടങ്ങ്. ആത്മാവിൽ വചനം വായിക്കുമ്പോൾ, ആത്മാവിൽ വചനം ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ദൈവം നിന്നെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ളവനാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം ഉയരത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിലവിൽ പകരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നീ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളെ ജയിപ്പാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നൊക്കെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ 18-ാം സംഗീതം വന്നാലും വായിച്ചു നോക്കണം. ദാവീദ് പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അതേ ദൈവവചനമാകുന്ന മന്ന ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിരുവാൻ ദൈവത്താൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ഏത് മതിലും ചാടിക്കടക്കുവാൻ ദൈവം നിന്റെ ആത്മാവിൽ നിറയ്ക്കും. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ നീ വിറയ്ക്കേണ്ട, ലോകം നിന്റെ മുമ്പിൽ വിറയ്ക്കും. അല്ലേ? ലോകത്തിന് മുമ്പിൽ നീ വിറയ്ക്കേണ്ടെന്ന്, സാത്താന് മുമ്പിൽ നീ വിറയ്ക്കേണ്ട, സാത്താൻ നിന്റെ മുമ്പിൽ വിറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. രക്തജയം. അതുകൊണ്ട് ഇത് മകൻ ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്റെ ശക്തിയോടെ നിറയ്ക്കാൻ പോവുക. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, പിശാചനം, ഹല്ലേലൂയ, സ്തോത്രം. ഈ കാട്ടുപോത്തിനൊത്ത ബലം ധരിക്കാൻ വേണ്ടിയിട്ട് അവരെ ദൈവം സ്വർഗ്ഗ മന്ന കൊണ്ട് പോഷിപ്പിച്ചു. ഈ സ്തോത്രം. അതുപോലെ തന്നെ പാറയിൽ നിന്ന്, ഹല്ലേലൂയ, അവർക്ക് വെള്ളം പകർന്നു കൊടുത്തു. അല്ലെ, നിങ്ങൾ എത്രമാത്രം സത്യവേദ പുസ്തകത്തെ നിങ്ങൾ വായിച്ച് ദൈവജനത്തെ വായിക്കുന്നതോറും ആത്മാവും ജീവനുമാകുന്ന ദൈവിക വാഗ്ദത്തങ്ങളും വചനങ്ങളും നിങ്ങൾ നിറയുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനം വായിക്കുന്നതോറും നിങ്ങൾ ആത്മാവ് നിറയപ്പെടും. വചനം ധ്യാനിക്കുന്നതോറും നിങ്ങൾ ആത്മാവ് വളർച്ച പ്രാപിക്കും. വചനത്തിൽ നിങ്ങൾ ഇരിക്കുന്നതോറും നിങ്ങളുടെ മേൽ അഭിഷേകം നിറങ്ങിക്കൊണ്ടിരിക്കും.
ഹല്ലേലൂയ എന്നാണ് ദൈവത്തിന് വചനം വായിക്കുന്നത്. അത്രയ്ക്കും അധികം ബലശാലികളായി ദൈവത്തിന് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി കാട്ടുപോത്തിന് തുല്യമായി ബലം ആ ബലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ, ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരും. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ ഹല്ലേലൂയ നീ ജയാളിയ. രക്തം ചെയ്യും ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു ദൈവജനങ്ങളെ കുറിച്ച് ദൈവവചനം ഇതാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ കൊമ്പുകൾ കാട്ടാമൃഗത്തിന്റെ കൊമ്പുകൾ ആകയാൽ അവൻ സകല ജാതികളെയും ഭൂസിമാവാസികളെയും വെട്ടി ഓടിക്കുമെന്നൊക്കെ കാണുന്നുണ്ട്. ചില വേദപണ്ഡിത കാട്ടുപോത്തിന്റെ ബലം എന്ന് പറയുന്നത് കാണ്ടാമൃഗത്തിന്റെ ബലമെന്ന് ചില വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവന്റെ കടിഞ്ഞൂൽക്കൂറ്റൻ, അവന്റെ പ്രതാപം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ, അവയാൽ അവൻ സകല ജാതികളെയും ഭൂസിമാവാസികളെയും വെട്ടി ഓടിക്കും. അവ എഫ്രൈമിന്റെ 10,000-ങ്ങളും മനശ്ശെയുടെ 1,000-ങ്ങളും തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം കണ്ടിട്ടാണ്, ഈ വചനം വെച്ചിട്ട് ഒരു വ്യക്തി എഴുതാണ് നമ്മെ കാണ്ടാമൃഗത്തിന്റെ കൊമ്പിന് തുല്യമാക്കി മാറ്റുമെന്ന്. സ്തോത്രം. എങ്ങനെയാകട്ടെ, എന്നാൽ ഈ ദൈവജനം എത്ര ശക്തിയുള്ളവരാ! ദൈവജനത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി ലോകത്തിൽ വ്യാപരിക്കുന്ന ശക്തിയല്ല, ആത്മാവിന്റെ ശക്തി, ഉയരത്തിലെ ശക്തിയാ. രക്തം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ അത് ദൈവജനം ഹല്ലേലൂയ തൊടാർക്കും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മാവിന്റെ ശക്തിയാ ദൈവം പകരുന്നത്. ദൈവജനത്തോട് ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മാവിന്റെ ശക്തി ദൈവം നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അത് നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തിന് നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ അല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ജീവിതത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഏത് ഭാരവുമാണ്, ഏത് സങ്കടമാണ് നിന്റെ ഉള്ളിലുള്ളത്? കണ്ണുനീരേതയാണ്? ഒരു കുടുംബത്തിൽ സമാധാനമില്ലാത്ത അനുഭവമാണോ? ഭാര്യ-ഭർത്തൃ ജീവിതം തകർന്നു കിടക്കുകയാണോ? കുടുംബ ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണോ? സഹോദര ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണോ? സാമ്പത്തികമായി നീ പരാജയത്തിലാണോ? കടക്കണിയിലാണോ? നിന്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കിയെടുത്ത നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയോ? നീ ജീവിതത്തിൽ വളരെ നിരാശയായ വ്യക്തിയാണോ? ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വേദപുസ്തകം, സത്യവേദ പുസ്തകം തുറന്ന രംഗത്തെ വചനമാകുന്ന മന്ന നീ കൊണ്ട് ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ നിന്റെ തകർച്ചകളെ മാറ്റുവാൻ ദൈവം തുടങ്ങും. അത് നിന്റെ തകർച്ചയെ മാറ്റുവാൻ, നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഒരുപക്ഷെ ഇന്ന് നിന്റെ കുടുംബത്തിൽ കണ്ണുനീരായിരിക്കാം, നാളെ നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തെ ദൈവം തരുവാൻ ആഗ്രഹിക്കും. ഇന്ന് നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റി നാളെ നിന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിവന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് 118-ാം സങ്കീർത്തനം 15-ാം വാക്യം പറയുന്നത് പോലെ ഇന്ന് നിന്റെ കണ്ണുനീര് തുടച്ചിക്കുന്ന ദൈവം നാളെ നീയാകുന്ന കൂടാരത്തിൽ, നിന്റെ ഭവനമാകുന്ന കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടിരിക്കുന്ന മാതാപിതാവേ, ഇന്നത്തെ ദുഃഖത്തെ മാറ്റി നാളെ നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തെ തരാൻ പോവുകയാണ്. അടുത്ത നിമിഷം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മാറ്റങ്ങൾ തരാൻ പോവുകയാണ്. നീ ഇന്നലെ വരെ കരഞ്ഞ ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിച്ച വിഷയമുണ്ട്, ഉപവസിച്ച വിഷയമുണ്ട്. അതിന് മറുപടി യേശു തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് അതിന് കാണ്ടാമൃഗം കാടുകളിൽ പാർക്കുന്നു, ആരും അതിനെ വീട്ടിൽ വളർത്തുകയില്ല. കാണ്ടാമൃഗം ആരും ഭയപ്പെടത്തില്ല, അത് ആർക്കും അടിമയാകത്തില്ല. ആരും തന്നെ ശുശ്രൂഷിക്കേണ്ട ആവശ്യവുമില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ കാണ്ടാമൃഗത്തെ ആരും ശുശ്രൂഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വേദപഠിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. വേദപുസ്തക പ്രകാരം നാം നോക്കുമ്പോൾ കാണുന്നത്, കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ എന്ന് യോബിന്റെ പുസ്തകം 39:9 വായിക്കുന്നുണ്ട്. എന്നോ ദൈവജനം സ്തുതിച്ചാരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ അവരിലേക്ക് ഇറങ്ങി വരുന്ന ആത്മാവിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിയില്ലെന്ന്
രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമീൻ, നിങ്ങൾക്ക് ബലമുണ്ട്. ഉയരത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആമീൻ വന്നിറങ്ങിക്കഴിയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ സാക്ഷികളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അത് ഈ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ, നിന്റെ മേൽ ഈ ആത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിന്റെ സകല ദുഃഖങ്ങളും മാറി നിന്റെ ലോകത്തിന് മുമ്പ് ഒരു സാക്ഷിയാക്കി ദൈവം മാറ്റുമെന്ന്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ആമി സ്തോത്രം. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 33:17 വായിച്ചത്. അവന്റെ കടിഞ്ഞിൽ കൂറ്റൻ, അവന്റെ പ്രതാപം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ, അവയാൽ അവൻ സകല ജാതികളെയും ഭൂസിമാവാസികളെയും വെട്ടി ഓടിക്കും. ഹല്ലേലൂയ. അത് നിനക്ക് മുമ്പ് ശത്രു നിൽക്കത്തില്ല. നിന്നെ തകർക്കുവാൻ വരുന്ന ശത്രു ചെതറിപ്പോകും. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്ക് പ്രതികൂലമാരാ. എന്നെ കേൾക്കുന്ന മക്കളെ, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? സംഖ്യാപുസ്തകം 23:22. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അതെ, പാപത്തിന്റെ അടിമ ദൈവത്തിനെ പിടിപ്പിച്ച് ദൈവത്തിന് കൂട്ടം കാട്ടുപോത്തിന് തുല്യമായ ഒരു അഭിഷേകം നിനക്ക് തരികയാണ്. ഒരു ബലം, കാട്ടുപോത്തിന്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധന്മാരുടെ ശക്തിയെ പകരാൻ പോവുകയാണ്. അല്ലേല് അത് കാട്ടുപോത്തിനേക്കാൾ ശക്തിമായ ബലം കൂടാന്ന് ഓർത്തോണം കേട്ടോ. അല്ലേല് അത് ഇതവർ ആരെങ്കിലും തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പറയാം, യേശുവേ, ആ ഉയരത്തിലെ ശക്തിയെ എന്റെ മേൽ നിന്ന് പകരണമേ. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അരാജകത്വം, കണ്ണീരും ദുഃഖങ്ങൾ, സങ്കടങ്ങളും വേദനകളാണ്. പിടിച്ചേൽപ്പാൻ കഴിയാതെ, തനി ഉയർത്തുവാൻ കഴിയാതെ, ഭവനത്തിൽ പുറത്തുവിടാൻ കഴിയാതെ, എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി കണ്ണീരോടെ കഴിയുക. കർത്താവേ, ഉയരത്തിലെ ശക്തി എന്റെ മേൽ പകർന്ന് ലോകത്തിനു മുമ്പ് ഞാൻ സാക്ഷ്യമായി തീരത്ത പോലെ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം നൽകണമെന്ന് പറഞ്ഞ് യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശൈശവത്തിൽ ബാലിക്കുമോ യൗവനത്തിലും വാർത്തയും വൃത്തരാശന യാചകർ, ഓർഫനേജ് ഓൾറെഡി തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങള, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കരസേന, വ്യോമ, നാവികസേന അധികാരി, ക്രമസമാധാനം, പാല, നിയമ നിർമ്മാണ രംഗത്തുള്ളവരെ എല്ലാ രഹസ്യാന്വേഷണം വേണ്ട പോലീസ്, സെക്ഷൽ, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇനിയുടെ സഹകരണം, വിരുദ്ധമായ ആരോഗ്യ, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ ഭാഗ്യ മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ലോക രാജ്യ രാഷ്ട്ര തലവുമായി സകല ജനത്തെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവരും ആത്മാവിൽ നിറക്കണം. എല്ലാവരും പാപവഴിയോട്ട് മടങ്ങിവരും പ്രാർത്ഥിക്കുകയാണ്. കടൽ കർത്താവി, കരയിലും കടലും ആകാശമാർഗം വാഹനം കൂടി വാഹന യാത്ര വാഹനങ്ങൾ സേവിച്ച് ചെയ്യുന്നവർ, കടയുടെ വാസികളെ, തീരദേശവാസി, മത്സ്യബന്ധന, ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവി ചേർന്ന ബലമായ എല്ലാ വ്യാപാരി വ്യവസായിക്കാൻ വഴിയോടെ കച്ചവടക്കാരെ, കർഷകർക്കാരും മോട്ടോർ യൂണിയനകത്തായിരിക്കുന്ന എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും വലിയ കർത്താവി ചേർന്ന ബലമായ എല്ലാ കർത്താവി ക്ഷീര കർഷകരെയും കർത്താവ് കാർഷികമേൽ പണിയെടുക്കുക, ക്ഷീരമേൽ പണിയെടുക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ സൈനികർക്കായി എല്ലാ ഭരണനിമിഷ പാർട്ടികളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവി സകല ജനത്തിന്റെ കഷ്ടമാണ്. ഇപ്പോൾ രോഗക്കിടക്കിലായിരിക്കും വ്യാധിയൊക്കെ ശാപത്തിൽ വീണ് കിടക്കുന്നവർ, കടക്കണിയിലൂടെ കടന്നു കുടുംബ ജീവിതം തകർക്കപ്പെട്ടവർ, ഭവനമില്ലാത്തവർ, നല്ലൊരു സ്ഥലമില്ലാത്തവർ, എല്ലാവരെയും ചെത്തി നടന്നു നേരിടുന്ന മാരകമായ രോഗങ്ങൾക്ക് ഭാരപ്പെടുന്ന, വാർദ്ധക്യ സകലമായ ഭാരപ്പെടുന്നവർ, സർജറിക്കാൻ കിടക്കും, സർജറി വിധയിൽപ്പെട്ടു ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന അനേക ആളുകൾ, വിവിധ ശാപത്തിൽ കിടക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവമേ വിടിവിക്കണമായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ജനം പുറത്തു വരട്ടെ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മനിഷ്ഠ പ്രാർത്ഥനയാണ്. വിദേശ രാജ്യങ്ങൾ ജോലിക്കാൻ കടന്നു കഷ്ടം സഹിതം നോമ്പരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ടു, വിസ പാസ്പോർട്ടിനായി അപേക്ഷിച്ചിരിക്കുന്നവർ, വിദേശ രാജ്യ പീഡന സൗകര്യമാണ്, മണലാലിന്റെ കഷ്ടം സഹിക്കുന്നവർ, സാലറിക്ക് കിട്ടാതെ നാട്ടിൽ കടന്നു ബാധപ്പെടുന്നവർ, വിവിധ നിലകളിൽ കഷ്ടം സഹിക്കുന്നവർ, അവരെല്ലാം ദൈവം ഏൽപ്പിക്കുന്നവർ, മദ്യത്തിൽ മയക്ക ലഹരിക്ക് അടിപ്പെട്ടിടുന്ന തലമുറകൾ, പ്രിയ കുടുംബങ്ങളെല്ലാം വിടിവിക്കപ്പെടുവാൻ, തീവ്രവാദ വർഗീയവാദികളിൽ സന്ദർശിപ്പാൻ, സുവിശേഷ വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി എതിർക്കാൻ സകല ശത്രുവിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥികർത്താവി. ദൈവദാസ്യദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥന, മക്കൾക്കായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സുവിശേഷത്തെ ശക്തിയോടെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാൻ
പരിശുദ്ധാത്മാവെ അവരെ ശക്തമായ അഭിഷേകത്താൽ ആ ഉയരത്തിലെ ശക്തിയോ നിറച്ചെല്ലരിയ കാട്ടുപോത്തിന് തുല്യ ബലമുള്ളവ ആ അനുഭവത്തിൽ സാന്നിധ്യത്തെ നടത്തിയതുപോലെ പുതിയ നിയമസഭയിൽ നടത്തണം യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ധർമ്മവും മാറിപ്പോകട്ടെ, സകല പാപങ്ങൾ മാറിപ്പോകട്ടെ. മധ്യരൂപികളെ നയിക്കുമ്പോഴുന്ന രൂപികളെ തലമുറ നശിപ്പിക്കുന്ന പാപത്തിൽ അല്ലിയ മനുഷ്യ തള്ളിവിടുന്ന സാത്താന്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നീക്കപ്പെട്ട എല്ലാ സാത്താന്യ ആരാധന സാത്താന്യ ഗ്രൂപ്പുകളെയും എല്ലാ ദുരുപദേശകന്മാരെ ദുരുപദേശ സംഘടനകളെ ദൈവമില്ല എന്ന് പറയുന്ന അനവധി മൂടന്മാരെ യുക്തിവാദികളെ എല്ലാം ദൈവം സന്ദർശിക്കുന്നതിനായി യേശുവിന്റെ കരങ്ങളിൽ മാനസാന്തരത്തോട് മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.